എല്ലാവർക്കും സ്വാഗതം. ഞാൻ റൂത്ത് ജോൺസൺ. നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പഠിക്കാം. ഇന്ന് നമുക്കൊരു ഷോപ്പിങ്ങിന് പോകട്ടോ. ബാഗും കമ്മലും ഒക്കെ വാങ്ങിക്കുന്ന കൂടെ തന്നെ നമ്മൾ എൽസ് എന്നുള്ള ഈ വാക്ക് പല രീതിയിൽ ഉപയോഗിക്കാനും പഠിക്കും. എനിത്തിങ് എൽസ്, സമൺ എൽസ്, വാട്ട് എൽസ്, വെർ എൽസ്, എൽസ്വെയർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അത് മാത്രമല്ല ഓർ എൽസ് എന്നുള്ള പ്രയോഗവും നമ്മൾ കാണും. തികച്ചും വ്യത്യസ്തമായ ഒരു അർത്ഥത്തിലാണ് കേട്ടോ അവിടെ എൽസ് ഉപയോഗിക്കുന്നത്. അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അപ്പോൾ അവസാനം വരെ കണ്ടിട്ട് വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും എന്നെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് കടയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ കടയിലാണ് കേട്ടോ. സ്വാഭാവികമായിട്ടും കടക്കാരൻ നമ്മളോട് ചോദിക്കല്ലോ, എന്താ വേണ്ടേ? Hello, what do you want? നിങ്ങൾക്ക് എന്താ വേണ്ടത്? വാട്ട് ഡു യു വാണ്ട്? അപ്പം ഞാൻ പറയാണ്, ഐ വോണ്ട് ടു ബൈ എ ബാഗ്. എനിക്കൊരു ബാഗ് വാങ്ങണം. ഐ വോണ്ട് ടു ബൈ എ ബാഗ്. അപ്പം ഷോപ്പ് കീപ്പർ, അതായത് നമ്മുടെ കടക്കാരൻ ചോദിക്കുകയാണ്, Anything else? ഷോപ്പ് കീപ്പർ എന്താ ചോദിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിത്തിങ് എൽസ്. എനിത്തിങ് എൽസ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇപ്പം പറഞ്ഞത് കൂടാതെ മറ്റെന്തെങ്കിലും വേണോ എന്നാണ്. ബാഗ് വേണോന്ന് ആദ്യം നമ്മൾ പറഞ്ഞല്ലോ. അത് കൂടാതെ വേറെ എന്തെങ്കിലും വേണോ? എങ്ങനെയാ ചോദിക്കുന്നത്? എനിത്തിങ് എൽസ്. ഈ എനിത്തിങ് എൽസ് മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമ്മളോട് ചോദിക്കുമല്ലോ, എന്തെങ്കിലും കുടിക്കാനും കൂടെ വേണോ? ചായയോ കാപ്പിയോ? ഇംഗ്ലീഷിൽ അതെങ്ങനെയാ ചോദിക്കുക? ഡു യു വോണ്ട് എനിത്തിങ് എൽസ് ടു ഡ്രിങ്ക്? ടീ ഓർ കോഫി? ഡു യു വോണ്ട് എനിത്തിങ് എൽസ് ടു ഡ്രിങ്ക്? ടീ ഓർ കോഫി? അപ്പോൾ എനിത്തിങ് എൽസ് ക്ലിയർ ആയല്ലോ. അപ്പം നമ്മളോട് നമ്മുടെ ഷോപ്പ് കീപ്പർ എനിത്തിങ് എൽസ് എന്ന് ചോദിച്ചപ്പം നമ്മൾ പറയാണ്, എനിക്ക് വേറെ സാധനം വേണം. യെസ്, ഐ നീഡ് സംതിങ് എൽസ് ടു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? സംതിങ് എൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പറഞ്ഞതല്ലാതെ മറ്റെന്തോ, അതായത് ബാഗ് കൂടാതെ മറ്റെന്തോ കൂടെ വേണം. ഐ നീഡ് സംതിങ് എൽസ് ടു. അപ്പം നമുക്ക് സംതിങ് എൽസിന്റെ മറ്റൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഈ കുട്ടി എന്താ പറയുന്നത്? ഐ വാണ്ട് സംതിങ് എൽസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ട കളിപ്പാട്ടങ്ങളൊന്നുമല്ല, അവന് മറ്റെന്തോ ആണ് വേണ്ടത്. ഐ വാണ്ട് സംതിങ് എൽസ്. അപ്പം ഇവിടെ ഒരു കാര്യം ഞാൻ ക്ലിയർ ആക്കി തരാം. നമ്മൾ ബാഗിന്റെ കടയിൽ വെച്ച് ബാഗ് കണ്ട ശേഷം ഐ വാണ്ട് സംതിങ് എൽസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ എനിക്ക് ഇതല്ല മറ്റെന്തോ ആണ് വേണ്ടത് എന്ന് വന്നേനെ. എന്നാൽ അവിടെ നമ്മൾ ഐ വോണ്ട് സംതിങ് എൽസ് ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ടു വന്നതുകൊണ്ട് എനിക്ക് ബാഗ് കൂടാതെ മറ്റെന്തോ കൂടെ വേണം എന്ന അർത്ഥം വരും. അപ്പോൾ മറ്റെന്തെങ്കിലും എന്ന് ചോദിക്കാൻ എനിത്തിങ് എൽസ്, മറ്റെന്തോ എന്ന് പറയാൻ സംതിങ് എൽസ്. ഐ നീഡ് സംതിങ് എൽസ് ടു എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിക്കുകയാണ്, What else do you need? വേറെ എന്താ വേണ്ടത്? ശ്രദ്ധിച്ചല്ലോ? വാട്ട് എൽസ്. അർത്ഥം മനസ്സിലായല്ലോ? ഇത് കൂടാതെ വേറെ എന്താ? വാട്ട് എൽസ്. ഇത് മനസ്സിലാക്കാൻ ഈ എക്സാമ്പിൾ ഒന്ന് കാണാം. ഇവർ ഓഫീസിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് കേട്ടോ. ഇവരെന്താ പറയുന്നത്? വി ഹാവ് കവേർഡ് എവറിത്തിങ് ഫോർ അവർ പ്രോജക്റ്റ്. വാട്ട് എൽസ് ഡു വി നീഡ്? എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞു, അത് കൂടാതെ ഇനി എന്താ വേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. വാട്ട് എൽസ്. അപ്പം നമ്മുടെ ഷോപ്പ് കീപ്പർ നമ്മളോട് ചോദിച്ചു, വാട്ട് എൽസ് ഡു യു നീഡ്? വേറെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഒരു കമ്മലാകാം. മേ ബി ആൻ ഇയറിംഗ്. ഇവിടെ മേ ബി എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ? മേയുടെയും ബിയുടെയും ഇടയിൽ സ്പേസേ ഇല്ല. സാധാരണഗതി നമ്മൾ മേ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് ബി എഴുതുന്നത്. അപ്പം ഇങ്ങനെ സ്പേസ് ഇട്ട് മേ ബി എഴുതുന്നതും സ്പേസ് ഇടാതെ മേ ബി എഴുതുന്നതും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ള ഒരു ഈ വീഡിയോ അവസാനിക്കുമ്പോഴുള്ള എൻ സ്ക്രീനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ കടയിലേക്ക് വരാം. മേ ബി ആൻ ഇയറിംഗ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ്, Do you want to buy for someone else too? someone else. someone else എന്ന് പറഞ്ഞാൽ മറ്റാരോ. ഫോർ someone else എന്ന് പറഞ്ഞാൽ മറ്റാർക്കോ വേണ്ടി. അപ്പം കടക്കാരൻ എന്താ ചോദിച്ചത്? ഡു യു വാണ്ട് ടു ബൈ ഫോർ someone else too?
മറ്റാർക്കെങ്കിലും കൂടെ നിങ്ങൾ വാങ്ങുന്നുണ്ടോ? someone else മനസ്സിലാക്കാൻ ദാ ഈ എക്സാമ്പിൾ കണ്ടോളൂ. ഈ സ്ത്രീ എന്താ പറയുന്നത്? I didn't order this, maybe someone else did. എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിത് ഓർഡർ ചെയ്തിട്ടില്ല, മറ്റാരോ ഓർഡർ ചെയ്തതായിരിക്കും. ഷോ, എന്തൊരു കഷ്ടമല്ലേ? കണ്ടല്ലോ, someone else, മറ്റാരോ. നമ്മുടെ ഷോപ്പ് കീപ്പർ ചോദിച്ച ഓർമ്മയുണ്ടല്ലോ, ഡു യു വാണ്ട് ടു ബൈ ഫോർ someone else too? മറ്റാർക്കെങ്കിലും വേണ്ടി കൂടെ വാങ്ങുന്നുണ്ടോ? അപ്പം ഞാൻ പറയും, യെസ്, ഐ നീഡ് എ ഗിഫ്റ്റ് ഫോർ മൈ ഫ്രണ്ട്. എനിക്ക് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഒരു ഗിഫ്റ്റ് വേണം. അപ്പോൾ ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ്, Who else needs a gift? ഇനി വേറെ ആർക്കാണ് ഗിഫ്റ്റ് വേണ്ടത്? ഹൂ എൽസ്, വേറെ ആര്, വേറെ ആർക്ക് എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. ദാ ഈ എക്സാമ്പിളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ദാ ഈ ടീച്ചർ ചോദിക്കുകയാണ്, ഹു എൽസ് വാണ്ട് ടു ട്രൈ എന്ന്. അതായത് ടീച്ചർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ ആരൊക്കെയോ ആദ്യം തന്നെ ശ്രമിച്ചിരുന്നു, അവരല്ലാതെ വേറെ ആരാണ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഹു എൽസ് വാണ്ട്സ് ടു ട്രൈ? നമ്മുടെ ഷോപ്പ് കീപ്പർ എന്താ ചോദിക്കുന്നത്? ഹു എൽസ് നീഡ്സ് എ ഗിഫ്റ്റ്. അതായത് ഫ്രണ്ടിന് വേണ്ടി ഗിഫ്റ്റ് വേണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇനി വേറെ ആർക്കാണ് ഗിഫ്റ്റ് വേണ്ടത് എന്നാണ്. അപ്പം നമ്മൾ പറയും, എൻ്റെ വീട്ടിൽ ബാക്കി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട് പുതിയതായിട്ട്. എവ്രിവൺ എൽസ് ഇൻ മൈ ഫാമിലി ഓൾറെഡി ഹാസ് സംതിങ് ന്യൂ. ശ്രദ്ധിച്ചല്ലോ, എവ്രിവൺ എൽസ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും അല്ലെങ്കിൽ ബാക്കി എല്ലാവർക്കും. ദാ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും നടക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ചിത്രത്തെ പറ്റി നമുക്ക് എന്ത് പറയാം? എ പേഴ്സൺ സ്റ്റാൻഡിങ് അലോൺ വൈൽ എവ്രിവൺ എൽസ് ഈസ് വാക്കിംഗ്. എവ്രിവൺ എൽസ്, അയാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നടക്കുകയാണ്. അപ്പോൾ ഷോപ്പ് കീപ്പറിനോട് നമ്മൾ എന്താ പറഞ്ഞത്? എവ്രിവൺ എൽസ് ഇൻ മൈ ഫാമിലി ഓൾറെഡി ഹാസ് സംതിങ് ന്യൂ. എൻ്റെ വീട്ടിൽ ബാക്കി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട് പുതിയതായിട്ട്. അപ്പോൾ ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ്, Where else do you shop? വേറെ എവിടുന്നാണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങാറുള്ളത്? വേർ എൽസ് എന്ന് പറഞ്ഞാൽ വേറെ എവിടെ. ഈ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ കപ്പിൾ ഓൾറെഡി നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടു നിൽക്കുകയാണ്. മാപ്പ് നോക്കിയിട്ട് ഇനി വേറെ എവിടേക്കാണ് പോകേണ്ടതെന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അവരെന്താ ചിന്തിക്കുന്നത്? വേർ എൽസ് ക്യാൻ വി ഗോ? വേർ എൽസ് ക്യാൻ വി ഗോ? വേറെ എവിടെയാ നമുക്ക് പോകാൻ പറ്റുക? ഇവിടെ നമ്മുടെ ഷോപ്പ് കീപ്പർ നമ്മളോട് എന്താ ചോദിക്കുന്നത്? വേർ എൽസ് ഡു യു ഷോപ്പ്? ഇവിടുന്നല്ലാതെ വേറെ എവിടുന്നാണ് നിങ്ങൾ സാധനങ്ങൾ വാങ്ങാറുള്ളത്? ഉത്തരമായിട്ട് നമ്മൾ പറയും, ചിലപ്പോഴൊക്കെ ഞാൻ ഓൺലൈനിലാണ് വാങ്ങാറുള്ളത്, ഞാൻ വേറെ സ്ഥലത്തൊന്നും വാങ്ങാറുണ്ട്. ഐ ഷോപ്പ് ഓൺലൈൻ സംടൈംസ്, ഐ ഓൾസോ ഷോപ്പ് എൽസ്വെയർ. നിങ്ങൾ ശ്രദ്ധിച്ചോ? എൽസ്വെയർ എന്ന് പറഞ്ഞാൽ മറ്റിടം, മറ്റൊരിടം, വേറെ സ്ഥലം എന്നൊക്കെ വരും. ഉദാഹരണത്തിന് ഈ ലൈബ്രറിയും പറയുന്നത് കണ്ടില്ലേ? ദിസ് ബുക്ക് ഈസ് നോട്ട് അവൈലബിൾ ഹിയർ ബട്ട് യു മൈറ്റ് ഫൈൻഡ് ഇറ്റ് എൽസ്വെയർ എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് ഇവിടെ ഇല്ല, പക്ഷെ വേറെ സ്ഥലത്ത് കിട്ടുമായിരിക്കും. എൽസ്വെയർ. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിയാറായി. ഇപ്പം നമ്മുടെ ഷോപ്പ് കീപ്പർ ചോദിക്കുകയാണ്, Nothing else? വേറൊന്നും വേണ്ടേ? ശരിക്കും നത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ വേറൊന്നും വേണ്ട, വേറൊന്നും ഇല്ല എന്നൊക്കെ അർത്ഥം വരും. ഇവിടെ നത്തിങ് എൽസ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേറൊന്നും വേണ്ടേ എന്ന് വരും. ദാ ഈ ഉദാഹരണം ഒന്ന് നോക്കാം. ഇനി വല്ലതും വേണോ എന്ന് വെയിറ്റർ ചോദിച്ചാണ്. അതെങ്ങനെയാ ചോദിക്കുന്നതെന്ന് ആദ്യം നമ്മൾ കണ്ടിരുന്നു. ഇനിയും വല്ലതും വേണോ എന്ന് എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? എനിത്തിങ് എൽസ് എന്ന് ചോദിച്ചു കാണും. അപ്പോൾ ആ സ്ത്രീ വെയിറ്ററിനോട് പറയാണ്, നത്തിങ് എൽസ്, താങ്ക് യു. ഇനിയൊന്നും വേണ്ട, താങ്ക്സ്. നത്തിങ് എൽസ്, ഇനിയൊന്നും വേണ്ട. അപ്പം നമ്മുടെ ഷോപ്പ് കീപ്പർ നമ്മളോട് ചോദിച്ചു, നത്തിങ് എൽസ്, വേറൊന്നും വേണ്ടേ? അപ്പം ഞാൻ പറയും, നോ, എവറിത്തിങ് എൽസ് ഇസ് ഓൾറെഡി ഡെയർ. വേണ്ട, ബാക്കിയെല്ലാം ഇപ്പം തന്നെ ഉണ്ട്. അപ്പം എവറിത്തിങ് എൽസ് എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം. ഈ ഉദാഹരണത്തിൽ നിന്ന് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഇത് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റാണ്. ഇതിൽ ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പറയാം,
I did one thing. Now everything else is pending. ഞാൻ ഒരു കാര്യം ചെയ്തു തീർത്തു, ബാക്കിയെല്ലാം ചെയ്തു തീർക്കാനുണ്ട്, പെൻഡിങ് ആണ്. എവ്രിതിങ് എൽസ്, ബാക്കിയെല്ലാം. അപ്പോൾ ഒരു ബാഗും കമ്മലും വാങ്ങി നമ്മുടെ ഷോപ്പിംഗ് അവസാനിച്ചു. ഷോപ്പിങ്ങിൻ്റെ കൂടെ നമ്മൾ എനിത്തിങ് എൽസ്, സംതിങ് എൽസ്, വാട്ട് എൽസ്, സംവൺ എൽസ്, ഹൂ എൽസ്, എവ്രി വൺ എൽസ്, വേർ എൽസ്, എൽസ്വെയർ, നത്തിങ് എൽസ്, എവ്രിതിങ് എൽസ്, ഇത്രയും കാര്യങ്ങളും കൂടെ കണ്ടു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ട ഷോപ്പിംഗ് സെൻറ്റൻസുകൾ ഇംഗ്ലീഷിൽ ഒന്നുകൂടെ നോക്കിയാലോ? എന്തിനാണെന്നറിയാമോ? ഈ സെൻറ്റൻസുകൾ 2-3 പ്രാവശ്യം അടുപ്പിച്ച് വായിച്ചാൽ നിങ്ങളുടെ സംഭാഷണത്തിൽ അത് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. സീൻ അറ്റ് ദ ഷോപ്പ്. ഷോപ്പ്കീപ്പർ: Hello, what do you want? I want to buy a bag. Anything else? Yes, I need something else too. What else do you need? Maybe an earring? Do you want to buy for someone else too? Yes, I need a gift for my friend. Who else needs a gift? Everyone else in my family already has something. Where else do you shop? I shop online sometimes. I also shop elsewhere. Nothing else? No, everything else is already there. Thank you. ഈ കണ്ടതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടല്ലേ? എൽസ് എന്നുള്ള വാക്ക് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഉള്ളത് കൂടാതെ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവർ കൂടാതെ മറ്റാരെങ്കിലും എന്നൊക്കെ പറയാനാണ്. ഓക്കെ, ഇനി എൽസിൻ്റെ ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അർത്ഥമാണ് നമ്മൾ കാണാൻ പോകുന്നത്. എൽസിന് അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്നുള്ള ഒരർത്ഥവും കൂടെ ഉണ്ട് കേട്ടോ. എക്സാമ്പിൾ: യു ഹാവ് ടു സ്റ്റഡി ഓർ എൽസ് യു വിൽ ഫെയിൽ ദ എക്സാം. നീ പഠിക്കണം, ഇല്ലെങ്കിൽ നീ പരീക്ഷയെ തോറ്റുപോകും. കണ്ടില്ലേ? ഓർ എൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ. യു ഹാവ് ടു സ്റ്റഡി ഓർ എൽസ് യു വിൽ ഫെയിൽ ദ എക്സാം. നെക്സ്റ്റ് എക്സാമ്പിൾ: വാക്ക് ഫാസ്റ്റർ ഓർ എൽസ് വിൽ മിസ് ദ ട്രെയിൻ. പെട്ടെന്ന് നടക്കൂ, അല്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും. കണ്ടില്ലേ? ഓർ എൽസ്, നടന്നില്ലെങ്കിൽ. ഇവിടെ ഓർ എൽസിന് പകരം എൽസ് മാത്രം ഇട്ടാലും മതി കേട്ടോ. ഇങ്ങനെ: വാക്ക് ഫാസ്റ്റർ എൽസ് വിൽ മിസ് ദ ട്രെയിൻ. കണ്ടില്ലേ? എൽസ് മാത്രം ഉപയോഗിച്ചാലും ഇംഗ്ലീഷിൽ അതർവൈസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് വരും. അപ്പോൾ ഇന്ന് നമ്മൾ ചോദ്യത്തിൽ, ഉത്തരത്തിൽ വാർണിംഗ് കൊടുക്കാൻ ഇതിനെല്ലാം എൽസ് ഉപയോഗിക്കാൻ പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കണ്ടിട്ടാണ് യൂട്യൂബ് മറ്റുള്ളവരിൽ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ ടെസ്റ്റ് എഴുതി കഴിഞ്ഞു, പക്ഷെ ബാക്കി എല്ലാവരും ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഫിനിഷ് ദ ടെസ്റ്റ് ബട്ട്. ഇവിടെ എവ്രി വൺ എൽസ് ആണോ സംവൺ എൽസ് ആണോ വരിക? അപ്പോൾ അതൊന്ന് കമൻറ്റിലിടണേ. ഇതുപോലെ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ്സുകൾ മുടങ്ങാതെ കിട്ടാനായി സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ചാനൽ. See you soon.